രാജേഷേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം ആണോ? പിന്നെ ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? കണക്ഷൻ ട്യൂബ് വാങ്ങാനാ? ഫ്ലഷ് ടാങ്കിന്റെ ട്യൂബ് പൊട്ടിപ്പോയി. ആണോ? അപ്പൊ അതിന്റെ ഒരു കണക്ഷൻ ട്യൂബ് വാങ്ങണം. അതല്ലേ? അപ്പൊ അത് ആരാ മാറ്റിയിട്ടാ? ഞാൻ തന്നെ. അതല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഈ സാധനം നമുക്ക് വാട്ടർ ടാങ്കിൽ തന്നെ എടുക്കാം. അപ്പൊ ഇത് പിക്കപ്പിൽ ഇടണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലാസ്റ്റിക് വേണ്ട. അപ്പൊ വണ്ടി കവറിലേക്ക് പോകുമ്പോ എടുത്താട്ടോ. അപ്പൊ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് വിട്ടാ മതി. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വേറെന്താ, നമ്മളുടെ ഒരു ജോലിയായിട്ട് ഇങ്ങനെ പോണു. അതെ, ഇപ്പൊ എന്താ ചെയ്യുന്നത് രാജേഷേ? ഞാനിപ്പോ ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതെയോ? അതാണ് MSCCS എന്ന് പറഞ്ഞത്? ജീവൻ ജ്യോതി എന്ന പേര്. അതല്ലേ? അതിന്റെ ഓഫീസൊക്കെ തുടങ്ങിയോ? ഓഫീസ് ഇപ്പൊ ഒറ്റപ്പാലത്താണ് ഞാന്. പിന്നെ പാലക്കാടുള്ളത്. പാലക്കാടാണുള്ളത്. ഇനിയിപ്പോ അടുത്തൊരു ബ്രാഞ്ച് കല്ലടിക്കോട് വരികയാണ്. അതല്ലേ? അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളിലാ. ആണോ? ഓക്കെ. അതിന്റെ ഒരു സാധാരണ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? അപ്പൊ അത് സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനമാണ്. അപ്പൊ അതായത് പിന്നെ റിസർവ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ സെൻട്രൽ രജിസ്ട്രാറുടെ അപ്രൂവലിലും ഓഡിറ്റിങ്ങിലും വർക്ക് ചെയ്യുന്ന 4 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തനപരമായിട്ട് 2 തരമാണ്, ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും. അപ്പോ പ്രോജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സൊസൈറ്റികളാണ് നോൺ ക്രെഡിറ്റ് എന്ന് പറയാം. ബാങ്കിങ് ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് ക്രെഡിറ്റ് സൊസൈറ്റി നിക്ഷേപങ്ങൾ. അത് 1 കൊല്ലം തൊട്ടിട്ട് 6 വർഷം വരെയൊക്കെയുള്ളതാണ്. അപ്പൊ അത് മാസം തോറും ലാഭവിഹിതമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് ഇപ്പോ വസ്തു വിറ്റ പൈസയോ അല്ലെങ്കിൽ നീക്കിയിരിപ്പ് പൈസയോ ഉണ്ട്, അതിന് മന്ത്ലി ഒരു ഇൻകം വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പിന്നെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ കൊടുക്കും. അതായത് നമ്മൾ ഈ ലാഭം പിന്നെ ഇതിനൊരു ഗ്യാരണ്ടി വേണ്ടേ? അത് വേണം. അപ്പോൾ നമുക്ക് ഫണ്ട് തരുമ്പോൾ അത് 1 വർഷത്തേക്ക്, അതായത് ചെറിയ കാലയളവിലേക്കാണ് തരികയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ലാഭം കൊടുക്കാൻ പറ്റും. ദീർഘകാല നിക്ഷേപമാണെങ്കിലാണ് കൂടുതൽ ലാഭവിഹിതം കൊടുക്കാൻ പറ്റും. അപ്പോൾ 1 വർഷത്തേക്ക് 9%, 2 9.5, 3 ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. ഇതാണ് ഇതിൽ തമ്മിലുള്ള മാറ്റം. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് വളരുള്ളൂ, ഡെപ്പോസിറ്റ് വളരില്ല. ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RBI റിപ്പോ നിരക്ക് പ്രഖ്യാപിക്കും. അപ്പൊ അതിന് ആനുപാതികമായിട്ട് ആ വർഷം അവര് പിന്നെ ഒരു പലിശ നിർണ്ണയിക്കും. അത് ചെറിയ കാലാവധി, ബാങ്കുകൾക്ക് ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ പരമാവധി 2 വർഷം വരെയൊക്കെയാണ്, 3 വർഷം വരെയൊക്കെയാണ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക. പിന്നെ ആ റിപ്പോ നിരക്കിനനുസരിച്ചിട്ട് അന്നത്തെ പിന്നെ ബാക്കിയുള്ളതാണ്. അപ്പൊ ഇതാണ് മെമ്പർമാർക്കുള്ള ഗുണം. പിന്നെ അത് കൂടാണ്ട് സൊസൈറ്റിയുടെ ഞാൻ പറഞ്ഞില്ലേ 28ഓളം പ്രോജക്റ്റുകൾ, ബിസിനസ്സുകൾ ഉണ്ടെന്ന്. ഇതിലെല്ലാം മെമ്പർമാർക്ക് കിഴിവുകളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെന്നൈ നഗരത്തിലത്തെ ബയോ വേസ്റ്റ് നമ്മുടെ സൊസൈറ്റിയാണ് എടുത്തിട്ട് സംസ്കരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസ്കരിക്കുമ്പോൾ നമുക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ പിന്നെ എനർജി പ്ലാന്റ് ആണത് ചെന്നൈയിലുള്ളത്. അപ്പൊ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഗ്യാസും സ്ലറിയും. ബയോമാനൂർ, ജൈവവളം എന്ന് പറയും. ഇപ്പൊ ഗ്യാസ് നമ്മൾ ഗെയിൽ പൈപ്പ് ലൈനാണ് സൊസൈറ്റി കൊടുക്കുന്നത്. ജൈവവളം ഇത്തരം നമ്മുടെ സൊസൈറ്റികൾ വഴി മെമ്പർമാർക്ക് കൊടുക്കും. അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന്റെ ഏജൻസി എടുത്തിട്ട് വിതരണം ചെയ്യാം, വിൽക്കാം. അപ്പൊ അതിന്റെ ഒരു മാർജിൻ ഓഫ് കമ്മീഷൻ ഉണ്ടാവും. അപ്പോ മനസ്സിലായില്ല, ഒന്ന് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.